നീനി പബഗ സാസ നീനി സനി പനി സനി പനി പഗരേ. ഉത്രാടപ്പൂവിളിയിൽ കേരളമുണരുകയായി, പുത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി. ഉത്രാടപ്പൂവിളിയിൽ കേരളമുണരുകയായി, പുത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി. പടയണിയും തെൻ പഴമകളും പഴമുതിരും പൊൻപാർവണവും മധുമയലഹരിയിൽ അടിമുടിയുലയുകയായി. പ്രകൃതി തൊഴുതുണരും ഇവിടെയൊരുമയുടെ രാഗഭാവലയനം ലയനം. ഉത്രാടപ്പൂവിളിയിൽ കേരളമുണരുകയായി, പുത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി. മനം നിറഞ്ഞു, താളങ്ങൾ ചിലമ്പണിഞ്ഞു. നാദങ്ങൾ മനം നിറഞ്ഞു, താളങ്ങൾ ചിലമ്പണിഞ്ഞു. പുതുപുലരി പ്രണവ പദമോദി നവരജനി കമലദളമാടി. അമരകലയിൽ അമൃതമൊഴിയിൽ ആത്മരാഗമധുരം മധുരം. ഉത്രാടപ്പൂവിളിയിൽ കേരളമുണരുകയായി, പുത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി. പടയണിയും തെൻ പഴമകളും പഴമുതിരും പൊൻപാർവണവും മധുമയലഹരിയിൽ അടിമുടിയുലയുകയായി. പ്രകൃതി തൊഴുതുണരും ഇവിടെയൊരുമയുടെ രാഗഭാവലയനം ലയനം. ഉത്രാടപ്പൂവിളിയിൽ കേരളമുണരുകയായി, പുത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി. ഉന്മാദം തിരയുയർത്തി ആമോദം കളമുണർത്തി. ഉന്മാദം തിരയുയർത്തി ണർത്തി. കഥകളിയിൽ അനകലയലാസ്യം പദകമലമിളകിയ അഭിരാമം. ഭരത നടന ജതിയിൽ അഴകിൻ സാന്ദ്രഭാവചലനം ചലനം. ഉത്രാടപ്പൂവിളിയിൽ പഗ പഗരിക ഗരി ഗരി ജരി നിസരി ജനിപ പഗരിക സപഗപ ഗരിപനി നിസഗരി. ഉത്രാടപ്പൂവിളിയിൽ ഗരി സനി സരി സ നിസരി നിപനി സരി നിപനി നിസഗരി പഗ ഗപനിവ നിസഗരി പഗനി പഗപനി നിസരി സരി ഗരി ധനി പരി ധനി പഗ സരി ഗപനി. ഉത്രാടപ്പൂവിളിയിൽ ഗപ ഗപ പ ഗപനി സനി നീ നീ പാനി സരി സ സ സ നിസഗരി ധനി സരി ഗരി രി ധനി രി ധനി പാനി രി ഗരി ധനി ഗപനി രി ധനി പഗരി സ സ പ പ സ സ സനി പഗരി ഗഗ നി നി ഗഗ ഗരി ധനി പ സ സ പ പ സ സ സനി പഗരി ഗ സരി ഗപനി സ നി സഗരി. ഉത്രാടപ്പൂവിളിയിൽ കേരളമുണരുകയായി, പുത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി. പടയണിയും തെൻ പഴമകളും പഴമുതിരും പൊൻപാർവണവും മധുമയലഹരിയിൽ അടിമുടിയുലയുകയായി. പ്രകൃതി തൊഴുതുണരും ഇവിടെയൊരുമയുടെ രാഗഭാവലയനം ലയനം. ഉത്രാടപ്പൂവിളിയിൽ കേരളമുണരുകയായി, പുത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി.
ഒരു വട്ടം കൂടി നമ്മൾ ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. പല പല അനുഭവങ്ങൾ കഴിഞ്ഞ വർഷം നമ്മൾ പങ്കുവെച്ച് പോയ ആളുകളാണ്. എല്ലാവരും പല എക്സ്പീരിയൻസിൽ കൂടെ പോയി അങ്ങനെ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഇത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വർഷത്തേക്കുള്ള തയ്യാറെടുപ്പുകളാണ്. പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് തന്നെയാണ്. കാരണം എന്നെ വിളിച്ച് പല അതായത് നമ്മൾ കൊറോണ സമയത്ത് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു വാക്കിംഗ് ചലഞ്ച്. അന്ന് ശരിയാണ്, നമ്മളൊക്കെ വെറുതെ വീട്ടിലിരിക്കുകയാണ്, ഇഷ്ടമുള്ള സമയമുണ്ട്, നമുക്ക് നടക്കോ ഓടുകയൊക്കെ ചെയ്യാം. പക്ഷേ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മളിനി അങ്ങോട്ട് പോകുന്ന യാത്രയിൽ ഇഷ്ടംപോലെ തിരക്കുണ്ടാവുന്ന ആൾക്കാരാണ് എങ്കിലും നമ്മുടെ ഹെൽത്ത് നമ്മൾ മറന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആഘോഷം ഗംഭീരമാക്കാൻ നമുക്ക് എല്ലാവരും സർപ്രൈസ് ആയിട്ട് എന്നെ ആദരിച്ചു. ഞാനത് സത്യത്തിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമായിരുന്നു. ഞാൻ ഞെട്ടി. അപ്പോൾ പക്ഷെ അന്ന് ആദരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു, അതായത് എനിക്കൊരാളെ ആദരിക്കുന്നത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അത് എന്നെ ആദരിച്ചപ്പോൾ കിട്ടിയത് ചിന്തയല്ല, അതിന് മുമ്പേ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് കുറേ ഓട്ടമുള്ളതുകൊണ്ട് ഞാനത് സൂചിപ്പിക്കാറുള്ളൂ. പക്ഷെ രാജാവുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാജാവ് പറഞ്ഞു, പിന്നീട് പറയും നമുക്ക് അടുത്ത വർഷം ചെയ്യാം, നമ്മൾ അടുത്ത വർഷം ആദരിക്കാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ വർഷം വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷം നമ്മൾ അദ്ദേഹത്തെ ആദരിക്കുകയാണ്. നമ്മൾ ആദ്യം എന്നെ ആദരിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു അത്. കാരണം ഞാൻ എന്നെ ആദരിക്കുന്ന കാര്യം അറിഞ്ഞെങ്കിൽ ഞാൻ അത് സമ്മതിക്കാതെ അയാൾ ആദരിക്കാനേ. പക്ഷെ അറിയാത്തതുകൊണ്ട് ഞാൻ അതിൽ ഏറ്റുവാങ്ങി. പക്ഷെ ഇന്ന് നമ്മുടെ കൂടെ വളരെയധികം ഊർജ്ജസ്വലനായിട്ടും അതുപോലെ ആയുരാരോഗ്യ സൗകര്യത്തോടും കൂടെ തിരിച്ചു വന്ന നമ്മുടെ സജിക്കുട്ടിന് ഒരു മെമന്റോയും ഒരു പൊന്നാടയും അടിച്ച് ഈ സമയത്ത് നമ്മൾ ആദരിക്കുകയാണ്. നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആദരവാണ് സജിക്കുട്ടിന് കൊടുക്കുന്നത്. പൊന്നാടി നമ്മുടെ ഒന്നാമത്തെ ആളെയാണ്, അതായത് ഒന്നാം പ്രതി തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ സഹായ സഹകരണം കൊണ്ടാണ് നമ്മുടെ ഗ്രൂപ്പ് ഇത്രയും കാലം ഒരു തടസ്സമില്ലാതെ പെട്ടെന്ന് മുന്നോട്ട് വരുന്നത്. അതെ, അതായത് വളരെയധികം ജോലി തിരക്കുള്ളൊരു ജോലിയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ആ ജോലി തിരക്കിനിടയിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ഞാൻ പോലും ചില ദിവസങ്ങളിൽ ഗ്രൂപ്പ് മറന്നാലും അദ്ദേഹം മറക്കാറില്ല. അദ്ദേഹം ഓരോരുത്തരിടുന്ന കമൻറ്റുകൾ സശ്രദ്ധം വായിക്കുകയും അതിന് മറുപടി എഴുതുകയും, അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാഹിതം വന്നു കഴിഞ്ഞാൽ ആ അത്യാഹിതത്തിലേക്ക് ചാടി ഇറങ്ങാൻ ആദ്യം വരുന്ന ഒരാളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടി ഞാൻ വിളിക്കുന്നത് നമ്മുടെ മാതൃയാണ്. അപ്പോൾ മാതൃ ആദരിക്കുന്നത് നമ്മുടെ പ്രദീപിനെയാണ്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വ്യക്തിക്കും കൂടെ നമ്മളിന്ന് ആദരം കൊടുക്കുന്നുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ആ വ്യക്തി ഇന്ന് നമ്മളുടെ കൂടെ വന്നില്ല. ചില അസൗകര്യങ്ങൾ കൊണ്ട് എത്താൻ പറ്റിയിട്ടില്ല. ഞാൻ ഇന്നലെയും കൂടെ വിളിച്ചു പറഞ്ഞു, കാരണം ഇത് കൊടുക്കുന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആളുകളോട് ഇതൊന്നും പറഞ്ഞില്ല. പക്ഷെ കുറേ നിർബന്ധിച്ചിട്ടും എന്നോട് കാര്യം പറഞ്ഞു വരാത്തതിൻ്റെ മനസ്സിലായപ്പോൾ എനിക്ക് കാര്യം. കാരണം ഈ വ്യക്തിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളെല്ലാവരും
പല കാര്യങ്ങളിൽ എൻഗേജാണ്. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പല കാര്യങ്ങൾ, പല പേഴ്സണൽ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും പ്രതിസന്ധികളും സന്തോഷങ്ങളും കൈമാറി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇപ്പം എന്നെ സംബന്ധിച്ചോളം തന്നെ ആണെങ്കിലും പല പ്രതിസന്ധികളും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ പല പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടാനുള്ളൊരു സംഭവം എപ്പോഴും എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട്. അതിപ്പോൾ എൻ്റെ ഗുണം കൊണ്ടാണെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. എനിക്ക് തോന്നുന്നത് നമ്മൾ പലർക്കും അത് ഉണ്ടാവുന്നുണ്ട്. ആ ഒരു ചൈതന്യം നമുക്ക് കിട്ടുന്നത് നമ്മുടെ കൂട്ടത്തിൽ ഒരാളുടെ ഒരു സൽപ്രവർത്തി കൊണ്ടാണ്. അതാരാണ് ആ വ്യക്തി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ആളൊന്നും നമ്മുടെ ഒപ്പം വന്നിട്ടില്ല. പക്ഷേ ആൾക്കുള്ള മെമൻറ്റോയും പൊന്നാടിയും നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ഈ പരിപാടി കഴിഞ്ഞ് നിങ്ങളിത് ഇപ്പോൾ ഗ്രൂപ്പിൽ നിന്നിട്ട് പറയണ്ട, നമ്മൾ ഈ പരിപാടി കഴിഞ്ഞ് നമ്മൾ 2-3 പേര് പോയി അവരുടെ വീട്ടിൽ പോയിട്ട് ഈ സംഭവം നമ്മൾ കൊടുക്കുന്നതാണ്. കാരണം നാളത്തേക്കൊന്നും വിളിക്കുന്നില്ല. നമ്മളിന്ന് വൈകുന്നേരം പോയി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഉണ്ട് നമ്മൾ കൊടുക്കുന്ന വ്യക്തി ചേച്ചിക്ക് മനസ്സിലായി, അവിടെ ഉണ്ടാവും. അതെ, നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഹണിക്കാണ്. അതുപോലെ പൊന്നാടയെല്ലാം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാം അനുഗ്രഹത്തോടു കൂടി ആഗ്രഹത്തോടുകൂടി നമ്മൾ അത് കാണിക്കും കൂടെ കൊടുക്കണം.
ധൈര്യമായിട്ട് പറഞ്ഞു. എല്ലാവരും കൂടെ പറഞ്ഞു. സന്തോഷം. എനിക്ക് കാണാം, അവിടെ വരാൻ പറ്റിയ എല്ലാവരും കാണാൻ പറ്റിയ സന്തോഷം. അടിച്ചു പഠിക്കുക. എല്ലാവരും ഡാൻസ് ഒക്കെ വീഡിയോ ഒക്കെ കണ്ടോളാം കേട്ടോ. വിളമ്പണം ഓണമൊത്തിരിയുണ്ടവർ അതൊന്നു ചൊല്ലുകേ. ഓണമെങ്ങനെയുണ്ണണം ഉണ്ണുവാൻ വിളമ്പണം ഓണമൊത്തിരിയുണ്ടവർ അതൊന്നു ചൊല്ലുകേ. പപ്പടം പഴം ഉപ്പിട് തൂശനിലത്തൻ തുമ്പില് ശർക്കരൊരുട്ടി മുപ്പേരിയും തൊട്ടിറമ്പില്. ആ പപ്പടം പഴം ഉപ്പിട് തൂശനിലതൻ തുമ്പില് ശർക്കരൊരുട്ടി മുപ്പേരിയും തൊട്ടിറമ്പില്. മാങ്ങാച്ചറിപ്പുറം ഇഞ്ചിക്കറിക്കപ്പുറം നാരങ്ങ വെച്ചതും തോരനും ഇട്. ആ മാങ്ങാച്ചറിപ്പുറം ഇഞ്ചിക്കറിക്കപ്പുറം നാരങ്ങ വെച്ചതും തോരനും ഇട്. കിച്ചടി ഓർത്തിടണേ മോളില് കൂട്ടുകറിയും അവിയലും കൂട്ടുചേരല്ലേ. ഓലം പച്ചടി കിച്ചടി ഓർത്തിടണേ മോളില് കൂട്ടുകറിയും അവിയലും കൂട്ടുചേരലട്ടാ. ഇനിയാവാം കുത്തരി ചോറിങ്ങനെ ഇലയില് അതിനുള്ളില് കുഴിയില് പരിപ്പൊഴിക്കുഹേ. ഇനിയാവാം കുത്തരി ചോറിങ്ങനെ ഇലയില് അതിനുള്ളില് കുഴിയില് പരിപ്പൊഴിക്കു ചേട്ടാ. ഇത്തിരി ചോറുത്ത സാമ്പാറതിൻ മീതത്ത വീണ്ടും ഇത്തിരി ചോറുത്ത പുളിശ്ശേരിയും താ. ചേട്ടാ 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 ഇച്ചിരി ചോറുത്ത സാമ്പാറതിൻ മീതത്ത വീണ്ടും ഇത്തിരി ചോറുത്ത പുളിശ്ശേരിയും താ. പ്രഥമൻ ഒരു തവിയൊഴി പഴമിട്ടൊരു പിടിപിടി അച്ചാറിൽ വിരൽ തൊട്ട് മത്ത് കെടുകെട്. ആ പ്രഥമൻ ഒരു തവിയൊഴി പഴമിട്ടൊരു പിടിപിടി അച്ചാറിൽ വിരൽ തൊട്ട് മത്ത് കെടുകെട്. നിന്റെ മാറനെതിരേൽക്കും പൂത്തിരികൾ കാണാനഴകുള്ള മാണിക്യക്കുയിലേ. കാണാറുമാസം കഴിഞ്ഞില്ലേ അങ്കണത്തൈ മണി മാവിന്റെ കൊമ്പില് പെൺകുയിലാളൊത്തു വന്നാട്ടെ നിന്റെ പെൺകുയിലാളൊത്തു വന്നാട്ടെ. വന്നാട്ടെ 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 വന്നാട്ടെ
പൊട്ടുംകൊടിയും ചാർത്തി കരൻ മനസ്സിനെ മാനം തൊട്ടുണർത്തി മണ്ണിൻ നീരൻ മനസ്സിനെ മാനം തൊട്ടുണർത്തി വെയിലിൻ കയ്യിൽ അഴപോലും വർണ്ണ ചിത്രങ്ങൾ മാഞ്ഞു വർണ്ണ ചിത്രങ്ങൾ മാഞ്ഞു പുലരിത്തൂ മഞ്ഞു പുഞ്ചിരിട്ടു എന്തായാലും സെക്കൻഡ് പ്രതീക്ഷ ആ ബോഡി തൊട്ടിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ചൂട് 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 ചൂടടി ചൂട് ചൂട് പെണ്ണിനെ കണ്ണിട്ടാ ഒട്ട് നോക്കില്ല ഇവിടെ ഒട്ട് കാറ്റിനും വിശറിയുണ്ടോ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ കുയിലെ മാറിൽ കളവക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ വിരഹത്തിൻ ചൂടുണ്ടോ വിയർക്കുണ്ടോ നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ മാറിൽ കളവക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ വിരഹത്തിൻ ചൂടുണ്ടോ കളിവെള്ളം കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ മലരടി മാകച്ചോട്ടിൽ മയങ്ങുമ്പോൾ കളിവെള്ളം കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ മലരടി മാകച്ചോട്ടിൽ മയങ്ങുമ്പോൾ കനവിന്റെ അളിത്തേരിൽ വന്നില്ലേ സ്നേഹക്കളിവാക്കു പറഞ്ഞെന്നെ ക്ഷണിച്ചില്ലേ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ മാറി കളവക്കു തണിഞ്ഞു കൊണ്ടുറക്കമായോ വിരഹത്തിൻ ചൂടുണ്ടോ 15-ാം വാവിലെ പാലാഴിത്തിരാല മലയാളി മുറ്റത്തെത്തി വിളിക്കുന്നു 15-ാം വാവിലെ പാലാഴിത്തിരാല മലയാളി മുറ്റത്തെത്തി വിളിക്കുന്നു പുളിയിലെ കരമുണ്ട് പുനച്ചാട്ടെ നിന്റെ സഖിമാരെ ഉണർത്താതെ വന്നാട്ടെ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ മാറി കളവക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കാം तेरा फ्यूचर देखते हैं अब चिल होगा एक मीटियोरिक राइस होगा उन्होंने दिस इज बैड डेंटिस्ट का चक्कर है Thank you.
ചാരുസരോരമായി ചന്ദ്രനും സൂര്യനും താരഗണങ്ങളും വരങ്ങളായി മാറി. ചന്ദ്രനും സൂര്യനും താരഗണങ്ങളും വരങ്ങളായി മാറി. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിരുന്നു മാറി. വിണ്ണിലും മണ്ണിലും പൂവിലും പുല്ലിലും വർണ്ണച്ചിറകുമായി പാറി. സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിരുന്നു. രാഗമേ
നീയല്ലേ താളം നീയല്ലേ എന്നാത്മ സംഗീത ശില്പം നീയല്ലേ ഉല്ലാസ പൂവിരികൾ കണ്ണിഴഞ്ഞവളെ ഉന്മാദത്തേകൾ ചുണ്ടിഴഞ്ഞവളെ രാഗം നീയല്ലേ താളം നീയല്ലേ എന്നാത്മ സംഗീത ശില്പം നീയല്ലേ എന്നാത്മ സംഗീത ശില്പം നീയല്ലേ പിന്നെ കാണുന്നവനെ ഉണക്കാം. ഇല്ലടി നിങ്ങൾ എപ്പോഴും ചോദിക്കും, ഞാൻ നിങ്ങൾ ചോദിക്കും, നിങ്ങളൊരു പറ്റ ചോദിക്കും. വല്ലപ്പോഴൊക്കെ ഒന്ന് പോയി അവര് കാണണം. അത്ര ും
താകൃതാളം നല്ല താകൃതാളം താകൃതാളം നല്ല താകൃതാളം താകൃതാളം നല്ല താകൃതാളം വാഴും കൊടുങ്ങല്ലൂരിലമ്മേ ദേവി താകൃതാളം നല്ല താകൃതാളം താകൃതാളം നല്ല താകൃതാളം താകൃതാളം നല്ല താകൃതാളം വാഴും കൊടുങ്ങല്ലൂരിലമ്മേ ദേവി രാമായണം പണ്ട് പാടിയ തത്തെ എൻ്റെ അമ്മയെ കുറിച്ചെന്റെ പാടാഞ്ഞേ ആ ചരിതം നിനക്കിന്നറിയാമോ പാടാത്ത നാവുകൾ ഭൂമിയിലുണ്ടോ 1000 നാവുള്ള നന്ദനും വർണ്ണിച്ചു കൊല്ലുവാനൊത്തിടുമോ ദേവി താകൃതാളം നല്ല താകൃതാളം താകൃതാളം നല്ല താകൃതാളം താകൃതാളം നല്ല താകൃതാളം വാഴും കൊടുങ്ങല്ലൂരിലമ്മേ ദേവി ലോകൈക നായകൻ മുക്കണ്ണനല്ലേ വാമഭാഗത്തിന്നു പാർവതിയില്ലേ തിരുജട തന്നിൽ ഒളിച്ചോരു ഗംഗെ എൻ്റെ അമ്മയെ കുറിച്ചൊന്നു പാടാമോ കണ്ണിൽ നിന്നും വമിച്ചൊരു തീയിൽ പിറന്നവൾ ഭദ്രയല്ലേ ദേവി താകൃതാളം നല്ല താകൃതാളം താകൃതാളം നല്ല താകൃതാളം താകൃതാളം നല്ല താകൃതാളം വാഴും കൊടുങ്ങല്ലൂരിലമ്മേ പണ്ടും നിന്നോടായി പിണങ്ങി ഞാൻ വെറുതെ മംഗളക്കുടഗംഗ എന്തിനു മുത്തേ മുഖാവിൽ സീകരിക്കണ സർപ്പമെന്തിനു നീലകണ്ഠത്തിൽ ജീവിതത്തിന് മോചമോ തരണേ എന്റെ പ്രാണ സങ്കട പ്രാർത്ഥനയുടെ പാട്ടും കേൾക്കണമേ ശങ്കര ശിവ 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 ശങ്കര ദുരിത ശമനദായക ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ ചാരുറ്റ താരുണ്യ രാഗമാണ് ചെമ്പകപ്പൂമേനിയാണ് ചന്ദനതളേലാസലളിതം ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ ചാരുറ്റ താരുണ്യ രാഗമാണ് ചെമ്പകപ്പൂമേനിയാണ് ചന്ദനതളേലാസലളിതം ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ ചാരുറ്റ താരുണ്യ രാഗമാണ്. Thank you. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം മാനത്തെ ലോകത്ത് നിന്നാരോ മഴവില്ലിൻ പാലം കടന്നല്ലോ മാനത്തെ ലോകത്ത് നിന്നാരോ മഴവില്ലിൻ പാലം കടന്നല്ലോ നീലപ്പീലിക്കണ്ണും നീട്ടിയേരോ മോഹം തൂവർണ്ണങ്ങൾ വാരിച്ചൂടി നീലപ്പീലിക്കണ്ണും നീട്ടിയേരോ മോഹം തൂവർണ്ണങ്ങൾ വാരിച്ചൂടി പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം രാമ രാമ രാമ
ഓരം ചേർന്ന് നടന്നോരും പല പാണ്ടി കുന്നുകയറുന്നേ ഓരം ചേർന്ന് നടന്നോരും പല പാണ്ടി കുന്നുകടന്നോരും നിത്യത്താകെ നിരക്കുന്നേ നിറമാനം മെല്ലെ ഇരുത്തുന്നേ ആർപ്പുമുയരണല്ലോ ആരുവരാവിതന്നേ വീമ്പ് മുറുകണല്ലോ പൊല്ലുമെരിയണന്നേ
മുമ്പിൽ നടക്കണ വിജയമോട് സന്തോഷിന്റെ മുണ്ടേ കാലയിൽ ഉണങ്ങി അത് വലിക്കാൻ പോയി സന്തോഷം ജോലിയാവരുത്. ഇവരിന്റെ കഷായം കുടിച്ച് നടക്കണോ? സന്തോഷം ജോലിയാവരുത്. ഈ സന്തോഷം ജോലിയാവുക. ഇത് നോക്കിയേ, വിജയോട്ട് വിജയോട്ട് വിജയോട്ട്
സുന്ദരിക്ക് പൊട്ടുകുത്തൽ 1ാം സമ്മാനം കലാദേവി PC. സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ദീപ ജ്വല്ലേഴ്സ് തൃപ്പൂണിത്തുറ. വേഗയ്ക്ക് സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഗൗരി സ്റ്റോഴ്സ് ചൊല്ലിക്കട. അതെന്ത് പണിയാണ് കാണിച്ചത്? ഗൗരി സ്റ്റോഴ്സ് ഇവിടെ കണ്ടു. അത് ആരെങ്കിലും കൊടുക്കും. അടുത്തതായി വീഡിയോ കസേരകളി ലേഡീസ് 1ാം സമ്മാനം ജോളി ഇന്ത്യയാണ് സമ്മാനാർഹയായിരിക്കുന്നത്. ജോളിക്കുള്ള സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആലപ്പാട്ട് ജ്വല്ലേഴ്സ്. കസേരകളി ബോയ്സ് അത് ഞാൻ തന്നെ ആലപ്പാട്ട് ജ്വല്ലേഴ്സ്. കലാമത്സര സമ്മാനങ്ങളല്ല, പകരം ഇന്നത്തെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സമ്മാനങ്ങളാണ്. ഈ പ്രകടനത്തിന് ഇതുപോലെ കലാപരമായിട്ട് ആളുകളെ പ്രചോദിപ്പിച്ച് സ്റ്റേജിൽ കയറ്റി നൃത്തം അടിച്ച നമ്മുടെ മിനിച്ചേച്ചിക്കുള്ള ഒരു സമ്മാനം. ആ സമ്മാനം കൊടുക്കാനായിട്ട് സിന്ധുവിനെ വിളിക്കും. എനിക്ക് സ്വർണ്ണ. ഈ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റ്. പറക്കാട്ട് ഒരു കിലോ തങ്കത്തിൽ സ്വർണ്ണം. അടുത്തതായിട്ട് നമ്മളൊക്കെ എത്തിയത് 10 മണി 10:30 ഇവിടെ ഇന്നലെ ഉച്ച മുതൽ ഇവിടെ വന്നിരുന്ന് നമുക്ക് വേണ്ടുന്ന ശബ്ദവിന്യാസം ഒരുക്കാൻ വേണ്ടി 2 സ്പീക്കറും 4 മൈക്കുമായിട്ട് ഇവിടെ കഷ്ടപ്പെട്ട് കിടന്ന ശ്രീമാൻ സന്തോഷിന് ഈ സമ്മാനം കൊടുക്കാനായിട്ട് നമ്മുടെ മലപ്പുറത്ത് നിന്നുള്ള വിനോദ ക്ഷണിച്ചു. ഈ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് എടപ്പങ്ങാട്ടിൽ ജ്വല്ലേഴ്സ് തെക്കിനിമറ്റം തൃപ്പൂണിത്തുറ. ഇതിന്